ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 1 എടുത്ത വീഡിയോ ആണ്. പക്ഷേ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ നമുക്ക് തന്നെ വീഡിയോ ഇട്ട് പോകാം. അപ്പം എനിക്ക് നെക്സ്റ്റ് മൺഡേ ടു ഫ്രൈഡേ വരെ എക്സാം ഉണ്ടായിരുന്നു. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇംഗ്ലീഷ്. അപ്പം ഇത്രയും സബ്ജക്റ്റ് പഠിക്കണം എന്ന് ഒരു മൈൻഡ് വന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ട്. എക്സാമിൻ്റെ തലേ ദിവസം അല്ലെ എക്സാമിന് രാവിലെ അന്ന് പഠിക്കുന്ന ശീലമായിരിക്കും പൊതുവേ കുറേ പേർക്ക്. ചിലവർ അത് ഡെയിലി പഠിച്ച് പഠിച്ച് പോകും. ഞാനെന്നുള്ള ക്യാരക്ടർ അങ്ങനെയല്ല. ഞാൻ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെയാണ് പഠിക്കാറ് കൂടുതലും. അല്ലാതെ അവിടെ വെച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് കേട്ട് പിന്നെ ജസ്റ്റ് വായിക്കാറേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറിക്കകത്തൊക്കെ ഉള്ളതാണെന്ന് വേറെ കമൻറ്റ് ഇട്ട് കേട്ടോ. അപ്പം ഞാൻ നേരെ കെമിക്കൽ കൈൻഡീസാണ് എടുത്തത്. കെമിക്കൽ കൈൻഡീസിനകത്ത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ചെറിയൊരു ഇക്വേഷൻ മെത്തേഡിൽ കിടപ്പുണ്ട്. പിന്നെ പിന്നെ എന്താ പറയുക, അഫക്റ്റിംഗ് റേറ്റ്, ലോ കോൺസെൻട്രേഷൻസ്, പിന്നെ സീറോ ഓർഡർ, പിന്നെ റേറ്റ് ലോ. അതിനകത്തൊക്കെ അത്യാവശ്യം ഞാൻ അത് അങ്ങനെയുള്ള മെയിനായിട്ടുള്ള കുറേ എണ്ണം നോക്കി. കാര്യം എനിക്ക് കെമിസ്ട്രിക്കകത്ത് ഒരു ചാപ്റ്ററും കൂടെ നോക്കാനുണ്ട്. ഞാൻ പഠിപ്പിച്ചത് ഇപ്പോൾ ഒരു 12 ചാപ്റ്ററോളം ആയി. പക്ഷേ ഞാൻ പഠിച്ചത് 10 ചാപ്റ്ററേ ഉള്ളൂ കേട്ടോ. അപ്പം 11 പഠിച്ചിട്ടില്ല. ഇത് 12ാമത്തെ ചാപ്റ്ററായിട്ട് എടുത്തേക്കുന്നത്. അപ്പം പിന്നെ ഡിറൈവിൻ്റെ ഒരു പോർഷനാണ് എനിക്ക് എക്സാം പറഞ്ഞേക്കുന്നത്. അപ്പം അതൊന്ന് നമുക്ക് നോർമലി ഡിറൈവിൻ്റെ ഒക്കെ പോർഷൻസ് വരുമ്പോൾ നമ്മൾ എഴുതി പഠിക്കാതെ തന്നെ ചെയ്യാം. കാര്യം നമ്മളത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ കെമിസ്ട്രി കേസിനകത്തൊക്കെ അങ്ങനെയാണ്. അപ്പം പിന്നെ അടുത്തായിട്ട് ഞാൻ പഠിക്കാൻ പോകുന്നത് ലെക്ചറാണ്. അത് ഇംഗ്ലീഷാണ്, എൻ്റെ സമ്മറിയാണ്. പിന്നെ അത് പഠിക്കാൻ വലിയതായിട്ടൊന്നും കുറച്ച് സമ്മറി പഠിക്കാം. പിന്നെ നെക്സ്റ്റായിട്ട് എടുത്തേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ചാപ്റ്റർ ബയോളജിയുടെ കാണിച്ചായിരുന്നു. അതിനകത്ത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ തൊട്ട് 12 വരെയാണ് എനിക്ക് പഠിക്കാനുള്ളത്. അപ്പം അത് ഇങ്ങനെ നോക്കണം. കാര്യം ബയോളജിക്കകത്ത് നമ്മൾ നോർമലി ടെസ്റ്റൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ടെസ്റ്റും കൂടെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതും കൂടെ വായിക്കാറുണ്ട് കേട്ടോ ബയോളജി. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് അതും കൂടെ നന്നായിട്ട് പഠിക്കാൻ നോക്കാറുണ്ട്. ഞാൻ ഫിസിക്സും കൂടെ പഠിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേങ്കിൽ ഇപ്പം തന്നെ ഒരു 12 മണി ആയിട്ടുണ്ട്. ഇത് നൈറ്റ് സ്റ്റഡി റൂട്ടീൻ എന്ന രീതിക്ക് തന്നെ എടുത്ത വീഡിയോ ആണ്. പക്ഷേങ്കിൽ ഇപ്പം ഇത്ര സമയമായതുകൊണ്ട് എനിക്ക് പഠിക്കാനുള്ളൊരു മൂഡ് പോയി. അപ്പോഴത്തേക്ക് ഫിസിക്സ് പഠിച്ചില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.